എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ട്രിപ്പ് ഓൺ ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തെങ്കാശിയിലെ തിരുമലയിൽ കോവിലിൻ്റെ കാഴ്ചകളാണ് കാണാനായിട്ട് പോകുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള റീൽസിലും യൂട്യൂബ് വീഡിയോയിലൊക്കെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള തെങ്കാശിയിലെ തിരുമലൈ മുരുകൻ കോവിൽ. അപ്പോൾ അതിൻ്റെ വിഷ്വൽസാണ് കാണാനായിട്ട് പോകുന്നത്. കംപ്ലീറ്റ് വീഡിയോ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടേക്ക് വരുന്ന കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ വരെ പ്രൈവറ്റ് ബസ്സസ് അവൈലബിൾ ആണ്. ബസ്സിന് വരുന്നവർക്ക് നമുക്കിവിടെ വന്നതിന് ശേഷം പടികൾ കയറി മുകളിലേക്ക് പോകാം. അതല്ല, ഇനി പ്രൈവറ്റ് ആയിട്ടുള്ള വാഹനങ്ങളിൽ വരുന്നവർക്ക് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുകളിൽ വരെ നമുക്ക് വണ്ടി ചെല്ലുന്ന സൗകര്യമുണ്ട്. റീസെൻ്റ്ലി പോപ്പുലർ ആയിട്ടുള്ള പുഷ്പ സിനിമ കൂടാതെ നിരവധി തമിഴ് മലയാള ചിത്രങ്ങൾ ഈ ഒരു ക്ഷേത്രത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പുഷ്പ സിനിമയിലെ ശ്രീവല്ലി എന്ന് തുടങ്ങുന്ന സോങ്ങിലെ നല്ല മനോഹരമായിട്ടുള്ള ഒരു വിഷ്വൽസ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ക്ഷേത്രത്തിലാണ്. സിനിമയിൽ കാണുന്നത് പോലെ തന്നെ വളരെ മനോഹരമാണ് ഈ ഒരു അറ്റ്മോസ്ഫിയർ. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാകുന്നതായിരിക്കും. തെങ്കാശിയുടെ ശാന്തസുന്ദരമായിട്ടുള്ള ഒരു പ്രകൃതിയിൽ സീ ലെവലിൽ നിന്നും 1312 അടി, അതായത് ഏകദേശം 400 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്ന് നിരവധി സഞ്ചാരികൾ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട്. അതെനിക്ക് ഇവിടെ നിന്നപ്പോൾ തന്നെ തീർച്ചയായിട്ടും മനസ്സിലായതാണ്. നിരവധി മലയാളികളെ എനിക്കിവിടെ കാണാൻ സാധിച്ചു. എന്നാൽ കേരളത്തിലെ ഭൂരിഭാഗം മലയാളികൾക്കും ഈ ഒരു ക്ഷേത്രത്തെപ്പറ്റി അറിവില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ കാരണം, ഒരു ദിവസം കൊണ്ട് യാത്ര ചെയ്ത് തിരിച്ചു വരാമെന്ന് തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇടുക്കി, മൂന്നാർ, വാഗമണ്ണ് പോലുള്ള സ്ഥലങ്ങൾ ആളുകൾ ചൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. എന്നാൽ തെങ്കാശിയും മേക്കരയും തിരുമലൈ കോവിലും ഒക്കെ കാണാനായിട്ട് നിങ്ങൾ ഒരു ദിവസം യാത്ര പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം നൽകുന്നതായിരിക്കും. ഈ ഒരു ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഒരു ഈവനിങ് സമയമായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. കാരണം ഉച്ച കഴിഞ്ഞതിന് ശേഷം ഈ കുന്നിന് മുകളിൽ നല്ല കാറ്റായിരിക്കും. അത് മറ്റൊരു ലെവൽ എക്സ്പീരിയൻസ് നമുക്ക് അവിടെ നിന്ന് തരുന്നുണ്ടാവും. കൂടാതെ ഭയങ്കര ശാന്തസുന്ദരമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഈവനിങ് സമയത്ത് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നുണ്ടാവും. ഏതൊരാൾക്കും വളരെ അനായാസകരമായി പടികൾ കയറാൻ പാകത്തിനാണ് നിർമ്മിച്ചിട്ടുള്ളത്. കൂടാതെ കൽമണ്ഡപങ്ങളും ഇടയ്ക്കിടയ്ക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ഷീണിച്ചാൽ അല്പസമയം അവിടെ ഇരുന്നതിന് ശേഷം നമുക്ക് തുടർന്ന് കയറാൻ സാധിക്കുന്നതാണ്. സ്വകാര്യ വാഹനങ്ങളിൽ വരുന്ന ആളുകൾക്ക് 20 രൂപ പാസ് എടുത്താൽ ക്ഷേത്രത്തിൻ്റെ മുകൾ വരെ വണ്ടി ചെല്ലുന്നതാണ്. നമുക്ക് പാർക്കിങ്ങിൽ വണ്ടി വെച്ചതിന് ശേഷം വളരെ ഈസി ആയിട്ട് ക്ഷേത്രത്തിലേക്ക് കയറാൻ സാധിക്കുന്നതാണ്. നമുക്ക് പടികൾ കയറിയും സഞ്ചരിക്കാം. കൂടാതെ നമ്മുടെ സ്വകാര്യ വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷേത്രത്തിൻ്റെ താഴെ പാർക്കിംഗ് വരെയും നമുക്ക് വണ്ടികൾ ചെല്ലുന്നതാണ് കേട്ടോ. ഏകദേശം 600 പടികളാണ്. അത് കവർ ചെയ്ത് നമ്മൾ മുകളിൽ വരുമ്പോൾ ക്ഷേത്രത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം കാണാൻ സാധിക്കുന്നതാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രൗഢമായിട്ടുള്ള ഒരു ആർക്കിടെക്ചറിലാണ് ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി എന്ന് പറയുന്നത് കേട്ടോ. പ്രകൃതി ഭംഗിയും ദൈവികതയും ഒന്നിക്കുന്ന തമിഴ്നാട്ടിലെ ഒരു പുണ്യ സങ്കേതം, ഒരു മാജിക്കൽ പ്ലേസ് എന്ന് തന്നെ വേണം ഇതിനെ വിശേഷിപ്പിക്കാനായിട്ട്. ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന തെങ്കാശിയുടെ ഒരു ഗ്രാമ കാഴ്ചയുള്ള ഒരു ഭംഗിയുണ്ടല്ലോ, അത് ക്യാമറയിൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും നിങ്ങൾ നേരിട്ട് തന്നെ അനുഭവിച്ചറിയേണ്ട ഒന്ന് തന്നെയാണ്. കുന്നിൻ മുകളിലെ ഈ ഒരു ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് ബാലസുബ്രഹ്മണ്യനായിട്ടാണ്. ഞാൻ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിയത് ഒരു നിയോഗം പോലെയാണ്. അതിലെനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് അഗസ്ത്യമുനിക്ക് മുരുകൻ നേരിട്ട് ദർശനം കൊടുത്തത് ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അഗസ്ത്യമുനിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ക്ഷേത്രത്തിലെ പൂജാവിധികളൊക്കെയും എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അഗസ്ത്യമുനിക്ക് മുരുകഭഗവാൻ നേരിട്ട് ദർശനം കൊടുക്കുകയും ജ്ഞാനോപദേശം കൊടുക്കുകയും ചെയ്ത സ്ഥലമായതുകൊണ്ടാവും ഇവിടെ കംപ്ലീറ്റ്ലി ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെഡിറ്റേഷനും ധ്യാനമൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു കുമാരസ്വാമി ക്ഷേത്രം ഒരു പ്രധാന സ്ഥലം തന്നെയാണ്. നിങ്ങളുടെ ധ്യാനം മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാനായിട്ട് ഈ ഒരു സ്ഥലം ബെസ്റ്റായിരിക്കും. ഇത്രയും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു മലയുടെ മുകളിലായിട്ട് ഈ ഒരു വറ്റാത്ത കുളം ഒരു അത്ഭുതം തന്നെയാണ്. തിരക്കുകളൊന്നും തന്നെ ഇല്ലാതിരുന്നതിനാൽ തന്നെ വളരെ സമാധാനമായി ക്ഷേത്രത്തിനുള്ളിൽ കയറി തൊഴാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം പുറത്തിറങ്ങി അവിടുത്തെ കാഴ്ചകളെല്ലാം തന്നെ വീഡിയോ ആക്കാൻ സാധിച്ചു. എല്ലാം കൊണ്ടും മനസ്സ് നിറഞ്ഞൊരു യാത്ര തന്നെയാണ് എന്ന് പറയാം. ഈ അടുത്തിടയിലായി നമ്മുടെ ലാലേട്ടൻ ഈ ഒരു ക്ഷേത്രം സന്ദർശിക്കുകയും കൂടാതെ ക്ഷേത്രത്തിലേക്കായി ഒരു സ്വർണ്ണ വേല് സമർപ്പിക്കുകയും ചെയ്തതായി വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
പഴനിയിലെ മുരുകനെ പോലെ തന്നെ ഭക്തർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഇവിടുത്തെ കുമാരസ്വാമി. പണ്ട് പന്തളം രാജാവിൻ്റെ സഹായത്തോടെയാണ് ഈ ഒരു വിഗ്രഹം വീണ്ടെടുത്തതെന്ന ഐതിഹ്യവും ഈ ഒരു ക്ഷേത്രത്തിനുണ്ട്. നിങ്ങൾ ഒരുപാട് ജോലി തിരക്കും സ്ട്രെസ്സും ഒക്കെ അനുഭവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് സൊല്യൂഷനാണ് ഈ ഒരു ക്ഷേത്രം. നിങ്ങൾ എല്ലാ തിരക്കിൽ നിന്നും ചെറിയൊരു ബ്രേക്ക് എടുത്ത് തെങ്കാശിയിലുള്ള ഒരു തിരുമലൈക്കോവിൽ ക്ഷേത്രത്തിൽ ചെന്ന് ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് വൈബ് എന്താണെന്നുള്ളത് നേരിട്ട് അനുഭവിച്ചതിന് ശേഷം ഈ വീഡിയോ കണ്ടിൽ കമൻ്റ് ഇടാൻ മറക്കരുത്. തെങ്കാശിയിലെ ചെങ്കോട്ടയ്ക്കടുത്തുള്ള പൻപുഴി എന്ന ഗ്രാമത്തിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് വരുന്നതിനായി കൊല്ലം പുനലൂരിൽ നിന്നും തെന്മല വഴി തെങ്കാശിയിലേക്ക് പോകുന്ന വഴി ചെങ്കോട്ട എന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഇടത്തേക്ക് തിരിഞ്ഞാൽ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കൂടാതെ അല്പം ഫോറസ്റ്റ് റൂട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോന്നി റിസർവ് ഫോറസ്റ്റ് വഴി അച്ചൻകോവിൽ എന്ന ലൊക്കേഷൻ മാപ്പിൽ സെർച്ച് ചെയ്താൽ അവിടെ നിന്ന് മേക്കരയിലേക്ക് സഞ്ചരിച്ചാൽ അതുവഴി നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ക്ഷേത്രത്തിൻ്റെ ദർശന സമയം ക്രമീകരിച്ചിട്ടുള്ളത് രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയും വൈകുന്നേരം 4:30 മുതൽ രാത്രി 8:15 വരെയുമാണ്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. രാത്രി സമയം കണക്കാക്കി വരുന്നവരാണെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിനടുത്ത് മറ്റ് റൂം സൗകര്യങ്ങളെല്ലാം തന്നെ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് താമസിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തായിട്ട് കുട്രാളം എന്ന് പറഞ്ഞൊരു ഫേമസ് വാട്ടർഫോൾസ് ഉണ്ട്. ആ ഒരു ലൊക്കേഷൻ ചെക്ക് ചെയ്ത് പോയാൽ ആ ഒരു പരിസരത്ത് റൂമുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ മൂന്നാറും ഇടുക്കിയൊക്കെ പോയി മടുത്തവരോട് എനിക്ക് പറയാനുള്ളത്, വയനാടൊന്നും പോകണ്ട, നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമ്മുടെ തെങ്കാശിയിൽ തന്നെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത യാത്രയിൽ ഇതുപോലെ തെങ്കാശിയും മേക്കരയും അതുപോലെ ഇത്ര മനോഹരമായിട്ടുള്ള ഒരുപാട് ഗ്രാമങ്ങളും നല്ല സ്നേഹമുള്ള ആളുകളൊക്കെ കണ്ടിട്ട് ഈ ഒരു കാഴ്ചകളെ കണ്ട് തിരിച്ചു വരാൻ പറ്റുന്ന അടിപൊളി റൂട്ടാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.